ഇനി അത് മാറുമോ? എന്ത് മാറോ? അല്ല ആഗ്രഹം മാറ്റേണ്ടി വരും. അനു എന്തായാലും മാറില്ല. അനു നമുക്ക് അറിയുന്നതല്ലേ. ഹായ് ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അനീഷ് അനു ലവ് പ്രപ്പോസൽ റിജക്ഷൻ. ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിന് അതൊരു എപ്പിസോഡാണെങ്കിലും ഇന്നത്തെ ഓൺലൈൻ മീഡിയക്കാർക്കും എക്സ് ബിഗ് ബോസ് കണ്ടസ്റ്റൻറ്റിനും അനുയുടെ ഫാമിലിക്കും ഒക്കെ ഇത് വലിയൊരു ചർച്ചാ വിഷയമായിട്ടുണ്ട്. കാരണം അന്നൊരു ദിവസം അനീഷ് പറയുന്നു, അനു റിജക്റ്റ് ചെയ്യുന്നു, അതോടുകൂടി ആ ടോപ്പിക് അനീഷ് കട്ട് ചെയ്ത് അനീഷ് പോകുന്നു. അനു എത്രയോ തവണ അനീഷിനെ സംസാരിക്കാൻ വിളിക്കുന്നു, പല സൈഡിൽ പോയി പലതും കാണിക്കുന്നുണ്ടെങ്കിലും ഇതൊന്നും മൈൻഡ് ചെയ്യാണ്ട് സ്വന്തം കാര്യമായിട്ട് വളരെ ഡീസൻ്റായിട്ട് അനീഷ് മുന്നോട്ട് പോവുകയാണ്. ആ സമയത്ത് അനു ഷാനവാസിനെ വിളിച്ച് പറയുന്നു, അക്ബറിൻ്റെ അടുത്ത് പോയി പറയുന്നു, ഈ എന്താ പറയുക, ബിഗ് ബോസിലുള്ള എല്ലാ കണ്ടസ്റ്റൻറ്റിൻ്റെയും സൈഡിൽ പോയി പറഞ്ഞ് പല ആക്ഷൻസും കളിച്ച് അയ്യോ ഞാനൊന്നും ചെയ്തില്ലേ, ഞാനൊരു തെറ്റും ചെയ്തില്ലേ, എൻ്റെ ഭാഗത്ത് ശരിയില്ല എന്ന രീതിയിൽ മേയ്ക്കുന്നു. ഞാൻ അതാ പറഞ്ഞേ, ഇതിനൊന്നും ആവശ്യമില്ല. അനീഷിന് തോന്നി അനീഷ് പറഞ്ഞു, അനുവിൻ്റെ റിപ്ലൈ പറഞ്ഞു, ആ വിഷയം അവിടെ തീർക്കുക രണ്ടുപേരും. പിന്നെ ആ ടോപ്പിക്കേ വേണ്ട, അവിടെ തീർന്നു. ഇതിപ്പം ബിഗ് ബോസിൻ്റെ ഉള്ളിൽ പകരം ഇന്ന് ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ വരെ ഈ വിഷയം ചിരിച്ച് കളിച്ചാണ് ലാലേട്ടൻ ചോദിക്കുന്നത്. അത് കഴിഞ്ഞ് അനുവിൻ്റെ ഫാമിലി ഇതിനെപ്പറ്റി അഭിപ്രായം പറയുന്നു, അനുവിൻ്റെ ഫ്രണ്ട്സ് ഇതിനെപ്പറ്റി അഭിപ്രായം പറയുന്നു, അല്ലാണ്ട് കമൻറ്റ് അത് ഇത് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ ഇപ്പം കറൻ്റ്ലി വന്നിരിക്കുന്ന ലക്ഷ്മി നായരുടെ റെസ്പോൺസും അനുയുടെ ഫാമിലിയുടെ റെസ്പോൺസും പിന്നെ നമ്മുടെ രജിത്ത് കണ്ണിൻ്റെ ഉള്ളിൽ കാന്താരിമുളക് എഴുതിയ വികൃതി കുട്ടൻ്റെയും റെസ്പോൺസിലോട്ട് നമുക്ക് പോവാം. ആദ്യം തന്നെ എൻ്റെ സ്വന്തം രജിത്ത് സാറിൻ്റെ റെസ്പോൺസിലോട്ട് പോവാം. ഏത് ചാനലായിരുന്നു? ഓൺ എയർ കേരള. ഈ അനീഷ് അനുമോളില്ലേ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ആ രീതിയിൽ അത് കേട്ട് ആസ്വദിക്കാനായിട്ട് അങ്ങനെ നടക്കുന്നത് ആ രീതിയിൽ വിവാഹം കഴിക്കാനുള്ള സാധ്യതകൾ ഉണ്ടോ എന്ന് വിചാരിക്കുന്നു. അനുമോൾ അനീഷ് ലവ് ട്രാക്ക് നിനക്ക് തോന്നുന്നുണ്ടോ? നിനക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നില്ല, നാടകം മാത്രമാണ്. ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു, പിന്താങ്ങുന്നു. നാടകം എങ്ങനെയും കപ്പ് കിട്ടുക, എങ്ങനെയും പൈസ കിട്ടുക, ആരെ കൊന്നും നമ്മുടെ പൈസ നേടുക എന്നൊക്കെ പറയില്ല. അതുപോലെ പൈസ കിട്ടാൻ വേണ്ടി, പിന്തുണാൻ വേണ്ടി, കപ്പ് നേടാൻ വേണ്ടി എന്ത് പണിയണം. എന്തടിസ്ഥാനത്തിലാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഈ രജിത്ത് എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഈ പുള്ളിക്കാരൻ ബിഗ് ബോസിൽ ഗെയിം കളിക്കാൻ പോയി, ഭയങ്കര അടിപൊളി സെറ്റപ്പ് ഗെയിമാണെന്നാണ് കരുതിയത്. ഗെയിമിൻ്റെ ഇടയിൽ ഒരു ഓവർ സ്മാർട്ട് കൂടിയിട്ട് ഒരു കണ്ടസ്റ്റൻറ്റിൻ്റെ കണ്ണിൽ കാന്താരിമുളക് എടുത്താക്കി. അതിന് ഭാഗമായിട്ട് ബിഗ് ബോസ് പുറത്തിറക്കി വിട്ടൊരു കണ്ടസ്റ്റൻ്റാണ് ഈ രജിത്ത്. അതിനുശേഷം ഈ രജിത്ത് എന്ന് പറയുന്ന വ്യക്തിക്ക് ബിഗ് ബോസ് റിലേറ്റ് ചെയ്ത് എന്ത് കാര്യം ചോദിക്കുകയാണെങ്കിലും അതിനോട് അൾട്ടിമേറ്റ് പുച്ഛാണ്. പുള്ളി എന്തോ പെർഫെക്റ്റ് ആണ്, പുള്ളി കളിച്ച കളിയാണ് പെർഫെക്റ്റ് എന്നൊക്കെയാണ് പറഞ്ഞത്. എന്തായാലും അപ്പോൾ അവിടെ കിടക്കട്ടെ. അപ്പോൾ അതിൻ്റെതായ ചില അസൂയയും കുശുമ്പൊക്കെ സാറിനുണ്ട്, ഫൈൻ. അനീഷ് അനുമോളുടെ ലവ് എന്ന് പറയുന്ന സാധനം എൻ്റെ ഒരു അഭിപ്രായം പ്രകാരം അതൊരു സ്ട്രാറ്റജി അല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ അവർക്ക് ആ ഒരു കണ്ടൻറ്റ് ഇനിയും ഓടിക്കായിരുന്നു. അനീഷിന് അനുവിനോട് ഇഷ്ടം തോന്നി, അനീഷ് അനുവിനെ പ്രപ്പോസ് ചെയ്തു, അനു റിജക്റ്റ് ചെയ്തു, ടോപ്പിക് അനീഷ് അവിടെ വിട്ടിട്ടുണ്ട്. അനുവാണ് പിന്നെയും നാട്ടുകാരെ മുഴുവൻ വിളിച്ച് ഈ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. ആൻഡ് ഗെയിമിന് വേണ്ടി ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം പുള്ളി പ്രണയിക്കാനോ ഒന്നുമല്ല പറഞ്ഞത്, കല്യാണം കഴിക്കാമെന്ന രീതിയിലാണ് ചോദിച്ചത്. അല്ല ഇതുകൊണ്ട് വിജയിക്കേണ്ട ആവശ്യമില്ല. ഒരു കോമണർ എന്ന നിലയിൽ ഇത്രയും ദിവസം ബിഗ് ബോസിൽ നിന്ന് പോകാൻ പറ്റുമെങ്കിൽ ഇനിയും നിന്ന് പോകാൻ അദ്ദേഹത്തിനെ കൊണ്ട് സാധിക്കും എന്നൊരു സാധനം പുള്ളിക്കാരനുണ്ട്. പിന്നെ പുള്ളി അവിടെ പൈസയ്ക്ക് വേണ്ടി ഗെയിം കളിക്കുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. കാരണം പുള്ളി ഉള്ള ജോലി കുറച്ച് കാലം നിർത്തിവെച്ച് ഇതിലോട്ട് വന്ന ഒരാളാണ്. പൈസേനോട് ഇത്രമാത്രം താല്പര്യമുള്ള ഒരാളാണെങ്കിൽ ഈ ജോലിയൊന്നും ഒഴിവാക്കണം എന്നില്ല. പുള്ളി ഈ മണി ബോക്സ് ഗെയിമിലും ഭയങ്കര എങ്ങനെയെങ്കിലും പൈസ കിട്ടണം എന്നില്ല ആക്രാന്തത്തിൽ അതിലൊന്നും കളിക്കുന്നത് പോലെയൊന്നും ഈ പുള്ളി കളിക്കുന്നില്ല. പുള്ളി നോക്കും, കിട്ടിയില്ലേ ഫൈൻ, വിട്ടു, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് കപ്പടിക്കാൻ വേണ്ടി കാണിക്കുന്നത്, അല്ലെങ്കിൽ പ്രണയിക്കുന്ന എല്ലാവരും കപ്പടിക്കാൻ നിൽക്കുകയാണെങ്കിൽ ജാസ്മിനൊക്കെ കപ്പും കൊണ്ട് വീട്ടിലിരിക്കേണ്ട നേരമാണ്. അപ്പം കല്യാണം നോക്കുന്നില്ലേ? വന്നിട്ട് എന്തായാലും കാണും, ഒരു 2 വർഷത്തിനുള്ളിൽ നല്ലൊരു വരുവാണ്. വരുവാണെങ്കിൽ എങ്ങനെയുള്ള ചെക്കനാനും ഒക്കെ നോക്കുന്നത്? ഇഷ്ടങ്ങളുണ്ട്, അങ്ങനെ ഒരാളായിരിക്കണം, ഇങ്ങനെ ആയിരിക്കണം, അവളെ നല്ലതായിട്ട് നോക്കണായിരിക്കണം, ടേക്ക് കെയർ ചെയ്യുന്ന ആളായിരിക്കണം, അങ്ങനെയൊക്കെ ഒക്കെ ഉണ്ട്. അച്ഛൻ എങ്ങനെയുള്ള മരുമോനെ വേണം? അങ്ങനെ മതിയോ? എന്നാലും അനുമോളുടെ കൺസെപ്റ്റില് ഒരാള് മീൻസ് പലർക്കും ഡൗട്ട് ഉണ്ട്, പുറത്ത് അനുമോൾക്ക് കാമുകനുണ്ടോ എന്നുള്ളത്. ശരിക്കും അങ്ങനെ നമ്മൾ ചെയ്ത് നടത്തി കൊടുക്കുമല്ലോ. ആദ്യം തന്നെ
അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ കല്യാണം കഴിക്കാൻ പോകുന്നത് അനുമോൾ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇവിടെ അനുമോൾ എന്ന് പറയുന്ന വ്യക്തിക്ക് അനീഷിനെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ അവിടെ ആ ടോപ്പിക്ക് കഴിഞ്ഞു, അവിടെ ഡിസ്കഷൻ കഴിഞ്ഞു. അവിടെ ഈ അച്ഛൻ്റെ അടുത്തോ അമ്മയുടെ അടുത്തോ ഈ ഒരു ചോദ്യം ചോദിക്കേണ്ട ആവശ്യം ശരിക്കും പറഞ്ഞാൽ ഇല്ല. ഇത് നിങ്ങൾ ഈ മീഡിയക്കാർ ഈ ഒരു വിഷയത്തെ വലിയ രീതിയിൽ വളച്ചൊടിച്ച് വലിയ നിലയിലോട്ട് കൊണ്ടുപോവാണ്. അച്ഛൻ്റെ അഭിപ്രായം, അമ്മേൻ്റെ അഭിപ്രായം, ചേച്ചീൻ്റെ അഭിപ്രായം. ഇപ്പോൾ ഇവർ ഓട്ടോമാറ്റിക്കലി താല്പര്യമില്ല എന്ന് പറയും. അനീഷിൻ്റെ ഫാൻസ് എല്ലാം കയറി അതിൻ്റെ ഉള്ളിൽ വന്ന് സംസാരിക്കും. ഇപ്പോൾ ഇവരിതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അനുവിൻ്റെതായ കോൺസെപ്റ്റ് ഉണ്ട്. അതേ കല്യാണം കഴിക്കാൻ പോകുന്ന എല്ലാ പെൺകുട്ടിക്കാണെങ്കിലും ആൺകുട്ടിക്കാണെങ്കിലും അവർക്ക് അവരുടേതായ കോൺസെപ്റ്റ് ഉണ്ട്. അവരുടെ കോൺസെപ്റ്റിൽ അവർ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിനെ മാത്രമേ അവരെന്ത് ചെയ്യൂ, കല്യാണം കഴിക്കൂ. അത് അവിടെ കിടക്കട്ടെ. ആ ഒരു ടോപ്പിക് ഇവിടെ കഴിഞ്ഞു. വീണ്ടും ഡിസ്കസ് ചെയ്തിട്ട് അനീഷ് ഫാൻസ് അനുവിനെ ചീത്ത പറയണം, അനു ഫാൻസ് അനീഷിനെ ചീത്ത പറയണം. എന്തിനാ ഇതിൻ്റെ ഒരു സാധനം? എന്തായാലും നിങ്ങൾ ആവശ്യത്തിലധികം PR വർക്ക് ചെയ്യുന്നു. PR വർക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ബേസിക്കലി ഉദ്ദേശിക്കുന്ന ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ കാണിക്കുന്ന നല്ല കണ്ടൻറ്റും കാര്യങ്ങളും എടുത്തിട്ട് അത് സോഷ്യൽ മീഡിയയിലൊക്കെ കാണിച്ച് അവർക്കൊരു റീച്ച് കൊടുക്കുക. പക്ഷേ ഇവിടെ ഇപ്പോൾ കറൻ്റ്ലി ഞാൻ കാണുന്ന ഒരു PR എന്താണെന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് വ്യക്തിനെ നെഗറ്റീവ്ലി ഡീഗ്രേഡ് ചെയ്തുകൊണ്ട് മറ്റേ വ്യക്തിനെ കൊണ്ടുവരാൻ കാണിക്കുന്ന ഒരു സാധനം. ഇതെന്ത് PR ആണെന്നുള്ളത് എനിക്ക് തന്നെ അറിയില്ല. ഈ വീഡിയോൻ്റെ താഴെ കുറച്ച് അടിപൊളി കമൻസ് വന്നിട്ടുണ്ട്. അതിലൊരു കമൻറ്റ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഒന്നേ ഞാൻ വായിക്കുന്നുള്ളൂ. അച്ഛൻ അനീഷിനെ വിശ്വസിക്കണം, അവർ ഒരുമിച്ച് ജീവിച്ചോളും. അനീഷ് നല്ല കെയറാണ്, അനീഷ് നല്ലൊരു വ്യക്തിയാണ്, പാവമാണ്. ഇങ്ങനെയൊക്കെ കുറേ കമൻസ് വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ അനീഷ് സപ്പോർട്ടേഴ്സാണ് പറയുന്നത് അവർ കല്യാണം കഴിക്കട്ടെ, അനുവിനെ നന്നായി കെയർ ചെയ്യും, നല്ലൊരു ജീവിതം ഉണ്ടാവും എന്നൊക്കെ ഉള്ളത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അറിയോ, എന്താണെന്നറിയോ? ഈ അനീഷിനെ കല്യാണം കഴിക്കേണ്ടത് അനുവാണ്. അനുവിന് അനീഷിൽ താല്പര്യമില്ലാത്തിടത്തോളം കാലം നിങ്ങൾ ഇനി എന്തൊക്കെ കെയറിങ് പറഞ്ഞിട്ടും കാര്യമില്ല. കല്യാണം കഴിക്കുന്ന വ്യക്തി തീരുമാനിക്കണം അവർക്ക് ആ പെർട്ടിക്കുലർ പാർട്ട്ണറിനെ വേണോ വേണ്ടയോ എന്നുള്ളത്. അവർക്ക് താല്പര്യമില്ലാണ്ട് അവരിഷ്ടമല്ലാണ്ട് ഫോഴ്സ് ചെയ്താണ് നിങ്ങൾ കല്യാണം കഴിപ്പിക്കുന്നതെങ്കിൽ അത് ഫ്രണ്ടോട്ട് പോകുമ്പം അതൊരു ഡിവോഴ്സിലോട്ട് മാത്രമേ പോകും. അപ്പോൾ ഇവിടെ അനീഷ് പാവാണോ, അനീഷിൻ്റെ സ്വഭാവം കൊള്ളൂലേ, അനീഷ് മോശമാണോ, അതൊന്നുമല്ല ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ. എന്താണ്? താല്പര്യമില്ല ആരെ കെട്ടാൻ, അനീഷിനെ കെട്ടാൻ. ഇനി നമ്മുടെ ഷാനവാസും അനുമോളും ഒക്കെ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ഉണ്ട്. അതിൽ ഷാനവാസ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് അതിലോട്ടൊന്ന് നോക്കാം. സീരിയസ് ആയിട്ട് ഈ പുള്ളി പറയല്ലേ കോമഡി കാണിച്ചതല്ലേ അന്ന്? എന്നാ ഏറ്റവും കൂടുതൽ കാണിച്ചത്? ഫ്രൈഡേ അന്ന് ഇതല്ലേ പുറത്ത് എപ്പിസോഡ് പോകുന്നില്ല. കുട്ടിക്കളിയും കുസൃതികളും എന്റെ പ്രണയാഭ്യർത്ഥനയും അങ്ങനെ പറയല്ലേ. പുള്ളി പറഞ്ഞ ഈ ഒരു സാധനം കറക്റ്റായിട്ടുള്ള ഒരു സാധനമാണ്. അനുമോള് പറഞ്ഞു ഞാൻ തമാശ കളിച്ചതാണ്, ഞാൻ കളിപ്പിച്ചതാണ്. ഞാൻ പറയുന്നത് അനുവിന് ഈ വ്യക്തിനോട് സീരിയസ് ആയ ഇഷ്ടമുണ്ട്, താല്പര്യമുണ്ട്, അനു ഈ വ്യക്തിനെ തേച്ചു, ഇതൊന്നുമല്ല ഞാൻ പറയുന്നത്. എനിക്ക് മനസ്സിലാവുന്നുണ്ട്, വീഡിയോ കാണുന്ന ആൾക്കാർക്കൊക്കെ മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അനു ഇവിടെ ചെയ്തൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ അനുവിനോട് ക്രഷാണ് എന്ന് പറഞ്ഞൊരു വ്യക്തിനെയാണ് അനു ഇരുന്ന് കളിപ്പിച്ചത്. ആ വ്യക്തിയുടെ ഇമോഷൻ വെച്ചാണ് അനു കളിപ്പിച്ചത്. ഇപ്പം അനുവിനോട് ഇഷ്ടമുള്ളൊരു വ്യക്തി അനു ചെയ്യുന്ന ഈ കാര്യങ്ങളൊക്കെ ഓഫ് കോഴ്സ് എൻജോയ് ചെയ്യും. അനു 3-4 ദിവസമായി ചേട്ടാ ഏട്ടാ ചായ ഫുൾ ടൈം കൂടെ നടക്കുക, കഥ പറയുക, പുള്ളിക്ക് മസാജ് ചെയ്ത് കൊടുക്കുക. ഈ പെർട്ടിക്കുലർ വ്യക്തിക്ക് മോളോട് ഇഷ്ടമാണുള്ളത്. ആ വ്യക്തിൻ്റെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് അതാണ് ഈ പെർട്ടിക്കുലർ വ്യക്തി പറഞ്ഞത്. നിനക്ക് തമാശയാണെങ്കിൽ അവനത് തമാശയല്ല, ഞങ്ങൾ ആണുങ്ങൾ ഇതൊന്നും തമാശയായിട്ടല്ല കാണുക. കാരണം ആ വ്യക്തിനോട് സ്നേഹം ഉണ്ടെങ്കിൽ ആ വ്യക്തി ചെയ്യുന്ന കാര്യങ്ങൾ ആ കണ്ണിൽ മാത്രമേ കാണാൻ പറ്റൂ. അപ്പം അത് അനുമോളുടെ സൈഡിലെ മിസ്റ്റേക്കാണ്. ഇനി വെറുതെ കടന്ന് ഈ വീണടം വിഷ്ണുലോകം ആക്കുന്ന പോലെ ന്യായീകരിക്കേണ്ട, അതങ്ങ് സമ്മതിച്ചാണ്. എന്തായാലും വിട്, ഇനി അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്ത് പോകണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അനുമോളുടെ കുടുംബക്കാരുടെ അഭിപ്രായം പറഞ്ഞു, ബിഗ് ബോസ് കണ്ടസ്റ്റൻറ്റ് പറഞ്ഞു, അതുപോലെ അനുമോളുടെ ഒഫീഷ്യൽ PR ആയിട്ട് എനിക്ക് തോന്നുന്നു ലക്ഷ്മി നക്ഷത്രയാണ്. ഇത്രയും മാത്രം അനുമോളെ പറ്റി സംസാരിച്ച ഒരാളെ വേറെ കണ്ടിട്ടില്ല. ആൾ ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം. അനീഷേട്ടൻ അനുമോളെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്, അത് കണ്ടായിരുന്നു? അത് ഞാൻ കണ്ടിരുന്നു. അതായത് ആ എപ്പിസോഡ് ഞാൻ കണ്ടില്ലെങ്കിലും കുറെ പേര് എനിക്ക് പ്രൊമോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കണ്ടു അനു ആകെ ടെൻഷൻ അടിച്ച് അയ്യോ ഞാൻ എന്റെ ചേട്ടനെ പോലെയാണ് കാണുന്നത് എന്നൊക്കെ പറഞ്ഞ് എന്നെ സ്മൂത്ത് ആയിട്ട് അത് ഡീൽ ചെയ്ത് വിടുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇനി അത് മാറുമോ? എന്താ മാറുമോ? അല്ല, ആഗ്രഹം മാറ്റേണ്ടി വരും. അനു എന്തായാലും മാറില്ല, അനുവിന് നമുക്ക് അറിയുന്നതല്ലേ. വളരെ കോൺഫിഡൻസ് ആയിട്ടാണ് ലക്ഷ്മി നക്ഷത്രം പറയുന്നത് അനു എന്തായാലും മാറില്ലെങ്കിൽ അനുവായിട്ട് നിൽക്കണമായിരുന്നു. അനു കയറിയിട്ട് ഹോപ്പും പ്രതീക്ഷയും കൊടുക്കുന്ന രീതിയിൽ അനു ഈ കളിക്ക് നിൽക്കരുതായിരുന്നു. ഇനി മറ്റൊരാളുടെ ഇമോഷൻ വെച്ച് അനു കളിക്കരുതായിരുന്നു.
അപ്പം എന്തായാലും അനീഷിനെ സംബന്ധിച്ച് ഇതൊരു വലിയ വിഷയമാണ് എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം പുള്ളി ആ ദിവസം കഴിഞ്ഞതിന് ശേഷം പുള്ളി മെല്ലെ മൂവ് ഓണായി, പുള്ളി ബാക്ക് ടു ട്രാക്കിലോട്ടൊക്കെ എന്തായാലും വന്നിട്ടുണ്ട്. എന്നാലും ഈ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ മനസ്സിലാക്കുക. പക്ഷെ അനീഷേട്ടൻ ഇങ്ങനെ പ്രപ്പോസ് ചെയ്യുന്നു ആരെയും വിചാരിക്കുമായിരുന്നു. അനീഷ് ഒരുപാട് മാറിപ്പോയി. എന്റെ 15 വയസ്സിലെ അനീഷേ അല്ല ഇപ്പൊ. അങ്ങനെയല്ല. പിന്നെ നമുക്ക് ഈ ഇഷ്ടം എന്നൊക്കെ പറയുന്നത്, എനിക്ക് അനുവിനെ എനിക്ക് 100% എനിക്കറിയാം. അനു എന്താ പറയാ, അനുവിന്റെ കോൺസെപ്റ്റ് എല്ലാ കാര്യങ്ങളും നമുക്കറിയാം. ഇപ്പൊ അനീഷിനെ സംബന്ധിച്ചിടത്തോളം അത്രയും സ്ത്രീ വിരോധിയായിട്ടുള്ള ഒരാള്, പിന്നെ 100 ദിവസം ഒരു വീട്ടിൽ നിൽക്കുകയല്ലേ, വേറെ ആരും ഇല്ല ഡിപ്പെൻഡ് ചെയ്യാനായിട്ട്. ഈ കണ്ട മുഖങ്ങൾ കുറച്ചു പേരെ മാത്രമേ ഡെയിലി ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അറിയാതെ ഒരു ഇഷ്ടം വന്നേക്കാം. മുൻ ബിഗ് ബോസുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ. ആ ഒരു പരിചയം വെച്ചിട്ട് ഒരു ഇഷ്ടം, ഒരു കെമിസ്ട്രി ഒക്കെ അവർ തമ്മിൽ മാച്ച് ആയിട്ട് വരുമ്പോഴേ ഉള്ളിന്റെ ഉള്ളില് അനീഷിനൊരു ഇഷ്ടം തോന്നിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനി ഗെയിം സ്ട്രാറ്റജി ആണോ എന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ. എല്ലാരും കമന്റ് ചെയ്തത് തന്നെയാണ്, ഇവരെ ഗെയിം തന്ത്രമായിരിക്കാം. ഇത് വളരെ കോമൺ ആയിട്ടുള്ള സാധനമാണ്. നമുക്ക് ഓപ്പോസിറ്റ് ഉള്ള ഒരാളുടെ അടുത്ത് ഒരു ക്രഷ് തോന്നുക എന്ന് പറയുന്നത് ഇത് ഇത്ര വലിയ ബിഗ് ഡീലൊന്നുമല്ല. ക്രഷ് നമ്മളിപ്പോൾ ഒരു 100 ദിവസമായി ഒരു സ്ഥലത്ത് നിൽക്കുക, അവിടെ ഫോണില്ല, കോണ്ടാക്റ്റ് ഇല്ല, TV ഇല്ല, ഒന്നുമില്ല, കുറേ മുഖങ്ങൾ മാത്രമാണ് കാണുന്നത്. ഇവിടെ ഒരുമിച്ച് സർവേ ചെയ്യുന്നു. അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കണക്ഷൻ, അറ്റാച്ച്മെൻറ്റ്, അതൊരു ക്രഷ്, അതൊരു ലവിലോട്ട് വളരെ ഈസിലി അത് പോവാം. ചില ആൾക്കാർ സ്ട്രാറ്റജിയായി ഉപയോഗിച്ച് ആ ബന്ധം കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർ ടു ഫൈനലിലോട്ട് കൊണ്ടുപോകുന്ന ബന്ധങ്ങളും ഉണ്ട്. ഇപ്പോൾ പേളിമണി ശ്രീനിഷ് അതൊരു എൻഡിലോട്ട് പോയി, എന്നാൽ ദിൽഷ റോബിൻ പല വഴിക്ക് പോയി, ജാസ്മിൻ ഗബ്രി അത് പല വഴിക്ക് പോയി. എന്ന് വെച്ചാൽ ലൈക്ക് അതൊരു നോർമൽ ഫ്രണ്ട്ഷിപ്പ് ആയില്ല, മോർ ദാൻ ദാറ്റ് അതവിടെ തീർന്നു, അല്ലെങ്കിൽ അതൊരു വേറൊരു വൈബിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം സ്ട്രാറ്റജിയായി യൂസ് ചെയ്യുന്ന ആളുണ്ട്, എന്നാൽ ഇമോഷണൽ ഫീലിൽ തോന്നുന്ന ആളുണ്ട്. ഇറ്റ്സ് വെരി കോമൺ തിങ്. അപ്പം അതവിടെ ആ ടോപ്പിക് അവിടെ നിർത്തുക എന്നുള്ളൊരു സാധനം മാത്രമേ ഉള്ളൂ. ആ ടോപ്പിക് ഇങ്ങനെ വീണ്ടും ഡിസ്കഷനിലോട്ട് പോകുന്ന സമയത്താണ് ഇത് ഭയങ്കര വിസിബിലിറ്റി ആവുന്നത്. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അനുവിൻ്റെതായ ഒരു ലൈഫുണ്ട്, അനീഷിൻ്റെതായ ഒരു ലൈഫുണ്ട്. ആൻഡ് ബിഗ് ബോസ് ഒക്കെ ഇപ്പോൾ ഒരു 2 വീക്ക് കൊണ്ട് തീരും. അപ്പം അതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു TRP റേറ്റ് കൂട്ടാൻ വേണ്ടി ബിഗ് ബോസ് കളിക്കുന്ന ഒരു കളിയും പുറമേയുള്ള ആൾക്കാരെ ഡിസ്കസ് ചെയ്യുന്നതും ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ ഇനി ഫൈനൽ ഉള്ള ഡേയ്സിൽ ഗെയിം എങ്ങനെ അടിപൊളി, എന്തൊക്കെ കാര്യങ്ങൾ കാണിക്കുന്നു, അതിൻ്റെ ബേസിസിൽ ജനങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റും. ഇപ്പം എല്ലാവരുടെയും ശ്രദ്ധ കംപ്ലീറ്റ് പോയത് അനു ലവിൽ നിന്നാണ്. അതിൽ നിന്ന് മാറി ബിഗ് ബോസിൻ്റെ സീരീസിലോട്ട് വരാൻ സാധിക്കട്ടെ എന്നാണ് പറയാനുള്ളത്. സോ ഗൈസ്, ദാറ്റ്സ് ഇറ്റ്. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.